എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്രയധികം സ്നേഹിച്ചിട്ടും നമുക്ക് യാതൊരുവിധ വിലയും തരാതെ, നമുക്ക് ഒരു പ്രയോറിറ്റിയും തരാതെ നിരന്തരം നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ നമ്മളെ ഒരു മനസാക്ഷിയില്ലാതെ ഉപേക്ഷിച്ചിട്ട് പോയ ആളുകളുടെ മനസ്സിൽ എങ്ങനെയാണ് നമുക്കൊരു നഷ്ടബോധം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളെ നിരന്തരം അവഗണിച്ചതിനും അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയതിനും ഒക്കെ എങ്ങനെയാണ് അവരുടെ മനസ്സിലൊരു പശ്ചാത്താപവും ഒരു കുറ്റബോധവും, അവർക്ക് വിലപ്പെട്ട വലിയൊരു കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു റിഗ്രറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവും. നിങ്ങളെ നഷ്ടപ്പെടുത്തിയിൽ അവർക്ക് വല്ലാത്ത നഷ്ടബോധവും വേദനയും പശ്ചാത്താപവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ഒന്നാമതായിട്ട് ഡിസ്ട്രോയ് ദെയർ ഈഗോ എന്നുള്ളതാണ്. അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ വീണ്ടും അവരുടെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചി നിങ്ങൾ അവരുടെ പുറകെ പോകാൻ നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ അവരെ സ്നേഹത്തിന് വേണ്ടി ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവരുടെ ഈഗോയെ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ്, അവരുടെ ഈഗോയെ ഫീഡ് ചെയ്യുകയാണ്, അവരുടെ ഈഗോയെ നിങ്ങൾ വീണ്ടും ഊതിപ്പെരുപ്പിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ വീണ്ടും അഹങ്കാരികളായി മാറും, വീണ്ടും അവർ നിങ്ങളെ വില കുറച്ച് കാണാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉണ്ടാവാതിരിക്കണേ നിങ്ങൾ അവരുടെ ഈഗോയെ അങ്ങ് ബ്രേക്ക് ചെയ്യുക. ഒരിക്കലും അത് ഊതിപ്പെരുപ്പിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് യാതൊരുവിധ അറ്റൻഷനും കൊടുക്കാതിരിക്കുക. പിന്നെ അവരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അങ്ങ് ഉപേക്ഷിക്കുക. നിങ്ങൾ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ബന്ധപ്പെടാനോ ഒന്നും ശ്രമിക്കരുത്. ഇത് നമ്മളെ അവഗണിക്കുന്ന വ്യക്തിയിൽ വലിയൊരു ഷോക്ക് ഉണ്ടാക്കും. അപ്പോൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന അവർ വലിയ സുപ്പീരിയർ ആണെന്നാണല്ലോ ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ അവരിങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യുന്നത്. ഉടനെ തന്നെ അവർക്ക് തോന്നും, അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു വിലയൊന്നും ഇവരെ എനിക്ക് തന്നിട്ടില്ലേ. അപ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ആ ഒരു ഈഗോ അവിടെ ബ്രേക്ക് ഡൗൺ ആകാൻ തുടങ്ങും. അപ്പോൾ അവർ മെല്ലെ താഴോട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ അമ്മയോട് വേണമെങ്കിൽ നമ്മൾ ഇരിക്കുന്നു, കൊതി കുത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടത്തി തരാതെ അമ്മയോട് മിണ്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചോറുണ്ണത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അമ്മ പറയുന്ന, അയ്യോ മോനെ, മക്കളെ, അല്ലെ മോളെ, നീ ഇത് കഴിക്ക്, അമ്മ ഇത് സാധിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജയിക്കുന്നു. അപ്പോൾ അവിടെ അമ്മയാണ് തോറ്റു പോകുന്നത്. എന്നാൽ അമ്മ വിചാരിക്കുകയാണ്, നീ ചോറുണ്ണ, നീ വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ വേണേ വന്ന് തിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴത്തേക്കും നമ്മളവിടെ മെല്ലെ വിട്ടുകൊടുക്കാനായിട്ട് തുടങ്ങും. നമ്മൾ മെല്ലെ ഇറങ്ങി വരും. എന്നിട്ട് നമ്മൾ തന്നെ പോയി ഭക്ഷണമൊക്കെ കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ അമ്മയോട് പോയി കോംപ്രമൈസ് ആകും. കാരണം അമ്മ അവിടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടത്തി തരുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി അമ്മയുടെ പിന്നാലെ നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് അമ്മയുടെ വില മനസ്സിലാവും. എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് നമ്മുടെ വില മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചതോ അവഗണിച്ചോ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അവരുടെ തന്നെ തീരുമാനത്തെ ഡൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അയ്യോ, അപ്പോൾ ഇവരെ അവഗണിച്ച് അവത്തായി പോയോ. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കയ്യെത്തി പിടിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സും ഒക്കെ നിങ്ങൾ സ്വന്തമാക്കുക, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കൂട്ടാം, അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കാറ് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാശുണ്ടെങ്കിൽ ഒരു വീട് വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏത് തരത്തിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയാലും അത് നിങ്ങളെ ഉപേക്ഷിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചു പോകുന്ന ഒരു വ്യക്തിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അവർ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടായി എന്ന് കാണുമ്പോൾ, നിങ്ങളെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ അവർ പോലും അറിയാതെ അവർക്ക് വലിയൊരു അസൂയ ഉണ്ടായി തുടങ്ങും. അപ്പോൾ അവരിലേക്ക് വലിയൊരു നഷ്ടബോധം ഉണ്ടാക്കി കൊടുക്കും. അയ്യോ, ഇവൻ്റെ ഈ നേട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഇവൻ്റെ കൂട്ടത്തിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലോ. അപ്പോൾ അവൻ്റെ ആ നേട്ടങ്ങൾ എനിക്കും കൂടി അനുഭവിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അവൻ കൂടെ ഇല്ലാതെ പോയല്ലേ, അവനെ ഉപേക്ഷിച്ചത്, അവനെ അവഗണിച്ചത് തീർത്തും നഷ്ടമായി പോയല്ലോ എന്ന് നമ്മളെ അവഗണിക്കുന്ന ആ വ്യക്തിക്ക് തോന്നും. അപ്പോൾ അവരിൽ പോലും അറിയാതെ ഒരു നഷ്ടബോധം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവും. അയ്യോ വേണ്ട, അവരെ അവഗണിക്കേണ്ടായിരുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാമായിരുന്നു എന്ന് അവർ പോലും അറിയാതെ ചിന്തിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഷൈൻ വിത്തൗട്ട് ദം എന്നുള്ളതാണ്. അതായത് അവർ നമ്മുടെ അടുത്തില്ലെങ്കിലും, അവർ നമ്മളെ ഉപേക്ഷിച്ച് പോയാലും, അവർ നമ്മളെ അവഗണിച്ചാലും നമ്മൾ വളരെയധികം ഹാപ്പിയാണ്, നമ്മൾ ജീവിതം അടിച്ചു പൊളിക്കുന്നു, നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്നു, നമ്മൾ വീണ്ടും മൂവ് ഓൺ ആയി എന്ന് അവരെ കാണിച്ചു കൊടുക്കുക. അതാണ് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു കാര്യം. അപ്പം നമ്മളെ ഒരു വ്യക്തി ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ, അവഗണിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ദുഃഖിച്ച് ഒരു നിരാശ കാമുകനായിട്ട് അല്ലെങ്കിൽ ഒരു നിരാശ കാമുകയായിട്ടിരിക്കുമ്പോഴാണ് അവർക്കത് വളരെയധികം സന്തോഷം ഉണ്ടാക്കി കൊടുക്കും. അടിപൊളി, ഞാനില്ലാതെ ഇവരെപ്പോഴും ദുഃഖത്തിലാണ്. പക്ഷെ നിങ്ങളവിടെ അടിച്ചു പൊളിച്ച് സൂഹിച്ച് അവർ പോയാലും വന്നാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഒരു പുല്ലും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ, അവരില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ അത് അവരിൽ വല്ലാത്തൊരു അസൂയ ഉണ്ടാക്കും, വല്ലാത്തൊരു നഷ്ടബോധം ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണെന്ന് കാണിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സുകൾ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇനി ആ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു പാർട്ട്ണറിനെ നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ ആ പാർട്ട്ണർ ഒന്നിച്ചുള്ള ഫോട്ടോകളൊക്കെ
അല്ലെങ്കിൽ നിങ്ങളൊരു പിക്നിക്കിന് പോകുന്നു, അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റാറ്റസുകളോ അല്ലെങ്കിൽ കോട്ട്സുകളോ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതുവഴി അത് കാണുന്ന അവർക്ക് ഉണ്ടാകുന്ന വലിയൊരു നിരാശയും വലിയൊരു നഷ്ടബോധവും ഉണ്ട്. അവർക്ക് തന്നെ തോന്നും എത്ര വിലപ്പെട്ട ഒരാളെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്താപം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നാലാമത് ഡോണ്ട് റിവാർഡ് ദെയർ മിസ്ബിഹേവിയർ ബട്ട് കറക്റ്റ് ദം എന്നുള്ളതാണ്. നമ്മളെ ഉപേക്ഷിച്ച് പോയ ഒരാൾ അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും റിവാർഡ് കൊടുക്കാനിടയാവരുത്. റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലരും നമ്മളെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവഗണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മുടെ സിറ്റുവേഷൻ അവരോട് നമ്മൾ എങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യും. അയ്യോ അവർ നമ്മൾ വിളിച്ചിട്ട് പറയോ നിങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം ആകെ ശൂന്യമായിപ്പോയി, അതുകൊണ്ട് തിരിച്ചു വരണം പ്ലീസ്, ഞാൻ എന്തും ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവും. നമ്മൾ ഓർക്കുന്നത് അവരില്ലാത്തതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വേദന അറിഞ്ഞാലെങ്കിലും പങ്കാളി എന്നെ മനസ്സിലാക്കും, എന്നിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. പക്ഷേ അത് തീർത്തും തെറ്റായ ഒരു ചിന്താഗതിയാണ്. നമ്മൾ ആരോടാണെങ്കിലും നമ്മുടെ വേദന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവരെ ആശ്രയിക്കുകയാണ് ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് അവിടെ ഒരു അധികാരം നമ്മുടെ മേൽ കിട്ടും. അത് അവർക്ക് റിവാർഡ് കൊടുക്കുന്നതിന് തുല്യമാണ്. അതായത് അവരാണ് നമ്മളോട് മിസ്ബിഹേവിയർ കാണിച്ചത്, അവർ നമ്മളെ അവഗണിച്ചു അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ തന്നെ അതിനവർക്ക് സമ്മാനം കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ എത്ര അവഗണിക്കും തോറും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വാലാട്ടി പട്ടിയെ പോലെ നിങ്ങൾക്ക് സബ്മിസീവായി നിന്ന് തരും എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു അവഗണന നമ്മളോടുള്ളത് കൂടുകയും അവർ നമ്മളെ കൂടുതൽ മിസ്ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. അതായത് അവർ നിങ്ങളെ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥയെ നിങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ യാതൊരുവിധ ന്യായീകരണങ്ങളോ അവരോട് പറയാൻ പോകണ്ട. നിങ്ങളെ തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കരുത്, എൻ്റെ സാഹചര്യം ഇതാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടൊരു തെറ്റിദ്ധാരണയുണ്ട്, അതൊന്നും മാറ്റിക്കൊടുക്കാനായിട്ട് നിൽക്കരുത്. നമ്മൾ ജസ്റ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ നമ്മളെ അവഗണിച്ചു എന്ന് കാണുമ്പോൾ നമ്മൾ വളരെ അക്ഷോഭ്യരായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക. ഈ സൈലൻസിന് വളരെയധികം പവറുണ്ട് ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മളിവിടെ ഒരു രീതിയിലും റിയാക്ട് ചെയ്യാനും പോകരുത്. അവർ നമ്മളെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ അതിന് കാരണം അന്വേഷിക്കാനോ ഒന്നും പോകണ്ട. നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കുകയും ഒപ്പം തന്നെ ഈ ബന്ധം പോവുകയാണെങ്കിൽ പോട്ട പുല്ല്, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറാണ്, എന്നെ അവഗണിക്കുന്ന എനിക്ക് വില തരാത്ത ഒരു ബന്ധത്തിൽ എനിക്ക് നിൽക്കണമെന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ ഒരു ബന്ധത്തിൽ നിന്ന് നടന്നകലാൻ തയ്യാറാവുകയും ആ ബന്ധം ബ്രേക്കപ്പ് ചെയ്യാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഷോക്കാവും. അവരൊരിക്കലും വിചാരിച്ച് കാണത്തില്ല നിങ്ങൾ അങ്ങ് ഇട്ടിട്ട് പോകുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകാൻ തയ്യാറാവുന്നു. അപ്പം നമ്മൾ അവരുടെ വിലപേശലുകൾക്കൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല, അവരാഗ്രഹിക്കുന്ന പോലെ ഒന്നും നിന്ന് കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവർ തന്നെ മര്യാദയ്ക്ക് പത്തി മടക്കി നമ്മുടെ പിന്നാലെ വരും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഷോ ദാറ്റ് യു ആർ നോട്ട് ദെയർ ടൈം പാസിങ് മെറ്റീരിയൽ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വെറുതെ ഒരു ടൈം പാസ് കൊടുക്കാനുള്ള ഒരു ഉപകരണമല്ല നമ്മൾ എന്ന് നമ്മൾ തന്നെ അവരെ കാണിച്ചു കൊടുക്കുക. അതായത് നമ്മൾ എപ്പോഴും അവർക്കിങ്ങനെ അവൈലബിൾ ആവുമ്പോഴാണ് അവർ നമ്മളെ ഇങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ചിലവരുണ്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ അടുത്ത് വരും, എന്നിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവർ ഒരിക്കലും അവൈലബിൾ ആയിരിക്കത്തില്ല. അതിൽ അവർക്ക് തോന്നുമ്പോൾ അവരിങ്ങ് കയറി വരും. അപ്പം നമ്മൾ അവരുടെ അവൈലബിൾ ആയിരിക്കണം. അവർക്ക് ഇഷ്ടമുള്ളിടത്തോളം നമ്മളോട് ചാറ്റ് ചെയ്യും. എന്നിട്ട് അവർ നമ്മളോട് ചിലപ്പോൾ പറയാതെ തന്നെ ആ ചാറ്റ് ചെയ്യുന്ന അപ്രത്യക്ഷമാവും. പിന്നെ നമ്മൾ അവരോട് ചാറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ കാണത്തില്ല, എവിടെയാണ് പോകുന്നതെന്ന് പോലും അവർ പറഞ്ഞിട്ടും പോകത്തില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നുമ്പോൾ കയറി വരികയും അവർക്ക് തോന്നുമ്പോൾ അവർ ഇറങ്ങി പോവുകയും ചെയ്യും. അതായത് അവർ നമുക്ക് സ്നേഹം തരുന്നില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പക്ഷേ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ അവിടെ അവരുടെ ഒരു ടൈം പാസിങ് മെറ്റീരിയലായി മാറുകയാണ്. അവർക്ക് ടൈം പാസിങ്ങിനുള്ള ഒരു വിനോദ ഉപാധി മാത്രമായി നമ്മളവിടെ തരം താഴ്ത്തപ്പെടുന്നു. അവിടെ നമ്മൾ അതിന് നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും അവർക്ക് ആർക്കും 24 hours അവൈലബിൾ ആയിരിക്കരുത്. അപ്പം നമ്മളുടെ കാര്യത്തിന് അവർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യാനോ ബന്ധപ്പെടാനോ ശ്രമിക്കുമ്പോൾ അവരൊരിക്കലും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചും അതുപോലെ തന്നെ അവർക്കും അവൈലബിൾ ആകാനായിട്ട് പാടില്ല. അപ്പോൾ അവർ അവരുടെ കാര്യത്തിന് ചാടി വരുമ്പോൾ നമ്മൾ പിന്നെ അവൈലബിൾ ആവരുത്. അവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, അവരുടെ ചാറ്റിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 4-5 ദിവസത്തേക്ക് അവരുടെ ആ മെസ്സേജ് അവിടെ ഇട്ടേക്കുക, അതിന് റെസ്പോണ്ട് ഒന്നും ചെയ്യാൻ പോകണ്ട. അപ്പോൾ വളരെ വൈകി മാത്രം അവർക്ക് ഇനി റിപ്ലൈ കൊടുത്താൽ മതി. അവർ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ ആ ഒരു വൃത്തികേട് അവർക്ക് അപ്പോഴേ മനസ്സിലായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വേദന അവർക്ക് ആ ഒരു സമയത്ത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെ ദുഃഖിപ്പിച്ചതിൽ ചിലപ്പോൾ അവർ പശ്ചാത്തപിക്കാനായിട്ട് തുടങ്ങും. അവരിപ്പോൾ നിങ്ങളെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പോയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല നേട്ടം സമ്പാദിക്കുകയും നിങ്ങളുടെ സാമ്പത്തികമായിട്ടൊക്കെ ഉയരുകയും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുകയും അവരില്ലാതെ നിങ്ങൾ ഹാപ്പിയാണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ പുറകെ പിന്നെ ആ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യാൻ പോവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാണെങ്കിൽ പോലും അവർക്ക് തീർച്ചയായിട്ടും കുറ്റബോധം ഉണ്ടാവും, അല്ലെങ്കിൽ പശ്ചാത്താപം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വില അവർ ആ ഒരു മൊമെൻറ്റിൽ എന്തായാലും തിരിച്ചറിയും, ഇനിയിപ്പോൾ അവർ തിരിച്ചു വന്നില്ലെങ്കിൽ പോലും.